നമസ്കാരം. കേരളം എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു സംസ്ഥാനം ലോകത്തിന് ഒരു മാതൃകയാകാൻ കഴിയുമോ, അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിനെ കൊണ്ട് അതിനുള്ള ഒരു കഴിവുണ്ടോ, അതിന് സാധിക്കുന്ന ഒരു കാലത്തിലൂടെയാണോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായും നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കേരളം എന്ന് പറയുന്നത് ലോകരാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ ലോകത്തിനാകമാനം തന്നെ ഒരു വലിയ മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ്, ഒരു മാതൃകാ വീടിലൂടെ. എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ വലിപ്പമുള്ള വാചകങ്ങളായി അല്ലെങ്കിൽ തള്ളുകളായിട്ട് നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുള്ളൂ. കാരണം നമുക്കറിയാം നമ്മുടെ ഒരു മനോഭാവമുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, എവിടെയെങ്കിലും ഒരു ദുരന്തം ഉണ്ടായി കഴിയുമ്പോൾ അതിനകത്ത് മറ്റാര് എന്തൊക്കെ പറഞ്ഞിരുന്നാലും ശരി, ഒരു സർക്കാരിലേക്ക് എത്തുന്ന നിധി അല്ലെന്നുണ്ടെങ്കിൽ അവിടേക്ക് എത്തുന്ന പണത്തിൻ്റെ സംഭാവനയുടെ അളവെന്ന് പറഞ്ഞാൽ വളരെ വലുതായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ എവിടെയെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെങ്കിൽ, ഒരു ദുരന്തം നമ്മൾ നേരിടുകയാണെങ്കിൽ, ആ സമയത്ത് ദുരന്തബാധിതരല്ലാതെ ഇരിക്കുന്ന ആളുകൾ പണം നൽകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. പണമായിട്ട് മാത്രമല്ല, ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ 2018 നമ്മുടെ കേരളത്തെ നടുക്കുന്ന ഒരു പ്രളയമുണ്ടായപ്പോൾ ആ പ്രളയം ശക്തമായി നമ്മുടെ മലയോര മേഖലകളെ ആകമാനം വിഴുങ്ങിക്കൊണ്ട് മുന്നേറിയപ്പോൾ ഈ കടലുമായി മല്ലിട്ട് ജീവിക്കുന്ന, അതുകൊണ്ട് തന്നെയാണ് സർക്കാർ അന്ന് പിണറായി വിജയൻ തന്നെ അവരെ നമ്മുടെ സ്വന്തം നാവികസേന എന്ന് തന്നെ വിശേഷിപ്പിച്ചത്. അവിടെ നിന്ന് പെട്ടെന്ന് പറയുകയാണ്, ഇങ്ങനെയൊരു ആവശ്യം വരുമ്പോൾ ഞങ്ങൾ കടലിൽ ഇറങ്ങുന്ന ഞങ്ങളല്ലാതെ പിന്നെ ആരാണ് അവരെ രക്ഷിക്കുക എന്നൊരു ചോദ്യം നമ്മുടെ മത്സ്യത്തൊഴിലാളി സമൂഹം ചോദിച്ചിരുന്നു. അങ്ങനെ സ്വന്തമായി അവർ വള്ളവും എടുത്തുകൊണ്ട് ലോറികൾ ഇവിടുന്ന്, നമുക്കറിയാം ഈ പറയുന്ന നമ്മുടെ ഹൈവേകൾ കടന്നുകൊണ്ട് ആ ലോറികൾ മലയോര ഗ്രാമങ്ങൾ ലക്ഷ്യമാക്കി തോണിയുമായി പോയത് നമ്മൾ കണ്ടതാണ്. അവരവിടെ പോയി നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നമുക്ക് നിസ്സീമമാണ്. കാര്യം അവരെയൊക്കെ നമ്മൾ എന്ത് വാക്ക് പറഞ്ഞിട്ടാണ് അത്തരക്കാരെ നമ്മൾ ഒന്ന് അനുമോദിക്കേണ്ടത് എന്ന് പോലും അറിയാൻ വയ്യാതെ നമ്മളെല്ലാവരും മലയാളികൾ ഒന്നടങ്കം കൈയടിക്കുകയായിരുന്നു. അതിനുശേഷം ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന സാഹചര്യങ്ങളിൽ അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ എത്തുകയും ആഹാരം എത്തുകയും അവർക്ക് ആഹാരം വിളമ്പിക്കൊടുക്കുകയും ചെയ്യുന്ന സന്നദ്ധ സംഘടനകൾ, പ്രധാനമായും നമ്മൾ പറയേണ്ടത് DYFI പോലെയുള്ള സംഘടനകൾ ആ സമയത്ത് നടത്തിയ പ്രവർത്തനങ്ങളെ നമ്മൾ ശ്ലാഘിക്കേണ്ടത് അത്യാവശ്യമാണ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ഒരു പ്രദേശത്തെ ആകെ ഉരുളെടുത്തുകൊണ്ട് പോകുമ്പോൾ ഇപ്പോൾ ഒരു വർഷം കഴിയുന്നു. ആ സമയത്ത് നമ്മൾ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ എത്രത്തോളം വലുതായിരുന്നു എന്ന് നമുക്കറിയാം. നമ്മൾ നാനാഭാഗത്തു നിന്നും മലയാളികളായിട്ടുള്ളവർ അവിടെ എത്തിയും ആ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും അതോടൊപ്പം രക്ഷാപ്രവർത്തനങ്ങളും കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ നമുക്ക് കഴിഞ്ഞത് നമ്മുടെ ഒരു വലിയ കഴിവ് തന്നെയാണ്. അത് കഴിവെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശാരീരികമായ കഴിവല്ല, നമ്മുടെ മനസ്സിൻ്റെ കഴിവാണ്. ആ മനസ്സുകൊണ്ട് നമ്മൾ ശരീരത്തെ അതിന് പ്രാപ്തമാക്കി എടുക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടത്. അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. ശിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായി അർജുൻ എന്ന് പറയുന്ന ഒരു യുവാവിനെ ലോറിയോട് ഉൾപ്പെടെ കാണാതായപ്പോൾ നമ്മളെല്ലാവരും ഉദ്യോഗഭരിതരായി കാത്തിരുന്നു. നമ്മുടെ മാധ്യമപ്രവർത്തകരടക്കം ഊണും ഉറക്കവും ഇല്ലാതെ അവിടെ പോയി ആ ശിരൂരിൽ മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്തുണ്ടായിരുന്നു. ഒടുവിൽ മാസങ്ങൾക്ക് ശേഷം എന്തിനേറെ പറയാൻ അദ്ദേഹത്തിൻ്റെ കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രമായി നമുക്ക് ലഭിക്കുന്നത് വരെ അർജുനു വേണ്ടി നമ്മൾ കാത്തിരുന്നു, നമ്മൾ പ്രാർത്ഥിച്ചു. ഇതാണ് മലയാളികൾ എന്ന് പറഞ്ഞാൽ. മലയാളിയുടെ ഒരു പൊതുവികാരം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. സഹായത്തിനായി കൈനീട്ടുന്നവരെ ഒരിക്കലും വേദനിപ്പിക്കാതെ അവരെ മടക്കി അയക്കാത്ത രീതിയിൽ സ്നേഹിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ എന്ന് നമ്മൾ പല കാലങ്ങളായി, സുനാമി മുതൽ തുടങ്ങി ഇങ്ങോട്ട് നോക്കുമ്പോൾ വെള്ളപ്പൊക്കങ്ങളും സുനാമികളും എല്ലാം നമ്മളിപ്പോൾ ഓഖിയും ഒക്കെ നമ്മളെ ചുഴറ്റി വലിച്ചടിക്കുന്ന സമയത്ത് പോലും നമ്മുടെ സർക്കാരും നമ്മുടെ സമൂഹവും നമ്മളെ പഠിപ്പിച്ചത് അതുതന്നെയാണ്, സഹായിക്കുക. നമുക്കറിയാം ഇന്ന് വട്ടിയൂർക്കാവിൽ ഇരിക്കുന്ന ഒരു മേയർ, അന്ന് അദ്ദേഹം ഇന്ന് വട്ടിയൂർക്കാവ് MLA ആയിരിക്കുന്ന മേയർ അന്ന് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഒരു പ്രവർത്തനങ്ങളൊക്കെ എത്രത്തോളം വലുതായിരുന്നു. അന്ന് വാസുകി എന്ന് പറയുന്ന IAS ജില്ലാ കളക്ടർ ഉണ്ടായിരുന്നു. അവരൊക്കെ കൂടി നടത്തിയിട്ടുള്ള ഒരു ശ്രമങ്ങളുണ്ട്. ഓരോ നാട്ടിലെയും യുവാക്കളും ജില്ലാ കളക്ടർമാരും അതായത് MLA മാരും ഒക്കെ നടത്തിയ ശ്രമങ്ങൾ ഒരു വശത്ത് നമ്മൾ വളരെ നന്ദിയോടുകൂടി സ്മരിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് മുരളി തുമ്മാരുകൂടി പറയുന്നത് കേരളം ലോകത്തിൻ്റെ മാതൃകയായിത്തീരുന്നു. ഇത്തരത്തിൽ നമ്മളൊരു മാതൃക സൃഷ്ടിച്ചു. ആദ്യം നന്മയുള്ള മനസ്സുമായി നന്മയുടെ ഒരു ലോകം തന്നെ നമ്മൾ തുറന്നിട്ട ഒരു കാലഘട്ടം. അങ്ങനെ നമ്മൾ കുറേയധികം ലോകത്തിന് മാതൃക കാണിച്ചു കൊടുത്തു. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഞങ്ങൾ മലയാളികൾ. ഞങ്ങൾക്ക് ചില സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഉള്ളിലെ രാഷ്ട്രീയം പതഞ്ഞു പൊങ്ങുന്നത്. തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്തുമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി ഇരിക്കുന്ന സമയത്ത് മാത്രം. അതേസമയം ഞങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങൾ മലയാളികളെ ആകമാനം വിഴുങ്ങാനെത്തുന്ന ഒരു ഭീകരനെ ഞങ്ങൾ രാഷ്ട്രീയം മറന്നുകൊണ്ട്, ജാതി മത വർഗ വ്യത്യാസങ്ങളെല്ലാം മറന്നുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് നേരിടും എന്ന് തെളിയിച്ചുകൊണ്ട് ലോകത്തിന് ആകമാനം മാതൃക സൃഷ്ടിച്ച ഒന്നാണ് നമ്മൾ മലയാളികൾ. അതോടൊപ്പം തന്നെ മുരളി തുമ്മാരകുടി എന്ന് പറയുന്ന അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തിരുന്നു.
അതായത് ചൈനയിൽ പോലും ഒരു ഭാഗം നശിച്ചു പോകുമ്പോൾ അവിടെ ജനങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ പൂർത്തീകരിക്കാൻ ചൈന നമ്മളെക്കാൾ എത്രത്തോളം മികച്ചു നിൽക്കുന്ന ഒരു രാജ്യമാണ് എന്ന് നമുക്കറിയാം. കേരളം എന്ന് പറഞ്ഞാൽ ചൈനയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ തുലവും ചെറുതാണ്. അവരുടെ ഒരു വെറും ഒരു ജംഗ്ഷൻ പോലെ അത്രമാത്രം വലിപ്പമുണ്ട് ഉള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ആ കേരളത്തിന് സാധിക്കാത്ത അല്ലെങ്കിൽ സാധിക്കുന്ന അത്രയും ചൈനയെ കൊണ്ട് സാധിക്കുന്നില്ല. ഒരു 3 വർഷം എടുക്കും അവർക്ക് ഒരു പുനരധിവാസ പ്രവർത്തനങ്ങൾ ഏകദേശം നമുക്ക് നടപ്പിലാക്കാൻ. അപ്പോൾ അതേസമയം നമ്മുടെ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് 1 വർഷം കഴിയുന്നതിന് മുൻപ് തന്നെ 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ മാതൃകാ വീട് നിർമ്മിച്ച് ജനങ്ങളെ കാണിച്ചു. ഇതാണ് നിങ്ങൾക്ക് ഞങ്ങൾ നൽകാൻ പോകുന്ന ടൗൺഷിപ്പിൽ ഉദ്ദേശിക്കുന്ന വീട് എന്ന് പറയാൻ കഴിഞ്ഞ ഒരു സർക്കാരുണ്ട്. ആ സർക്കാരിനെ കുറിച്ച് മുരളി തുമ്മാരകുടി പറയുന്നത്, അത് കേരളത്തെക്കുറിച്ച് ആദ്യം പറയുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം കേരളത്തിൽ നടത്തിയിട്ടുള്ള ഈ പരിശ്രമങ്ങളെക്കുറിച്ച് ഇങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് പുതിയ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനുള്ള പദ്ധതി പുരോഗമിക്കുകയാണ്. ഒരു സാമ്പിൾ വീട് ഇന്ന് ദുരിതബാധിതർക്കായി കാണാനായി തുറന്നു കൊടുത്തു. എല്ലാവർക്കും വീടുകൾ അടുത്ത വർഷം ആദ്യത്തോടെ ലഭ്യമാകും എന്നാണ് കരുതുന്നത്. ഒരപകടം നടന്ന് 1 വർഷമായിട്ടും പുനരധിവാസത്തിനുള്ള വീടുകൾ ഉണ്ടാക്കാൻ സാധിക്കാത്തത് സർക്കാരിൻ്റെ കാര്യക്ഷമത കുറവാണെന്ന് ചിന്തിക്കുന്നവർ ഉണ്ട്. ധാരാളം പേർ അങ്ങനെ പറയുന്നുമുണ്ട്. അതായത് അവർക്ക് പുനരധിവസിപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാത്ത സർക്കാർ അമ്പയെ പരാജയപ്പെട്ട ഒന്നാണ് എന്ന് പലരും വിശദീകരിക്കുന്നുണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല, മുരളി തുമ്മാരകുടിയുടെ ഫേസ്ബുക്കിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ 2004 സുനാമി മുതൽ 2020 ബെയ്റൂട്ട് പോർട്ട് അപകടം വരെ പ്രകൃതിയും മനുഷ്യനും വരുത്തിവെച്ച അനവധി ദുരന്തങ്ങളിൽ വീട് നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുന്ന പദ്ധതികൾ കണ്ടിട്ടുള്ള അനുഭവത്തിൽ പറയട്ടെ, ഏറ്റവും വേഗത്തിൽ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി നടപ്പാക്കി കണ്ടിട്ടുള്ളത് ചൈനയിലാണ്. 2008 ഭൂകമ്പത്തിന് ശേഷം അവിടുത്തെ ഭരണരീതി അനുസരിച്ച് കാര്യങ്ങൾ എളുപ്പമാണല്ലോ. പുനരധിവാസത്തിനുള്ള സ്ഥലം സർക്കാർ കണ്ടെത്തിയാൽ പിന്നെ അത് ഏറ്റെടുക്കാനൊന്നും അധികം പ്രയാസമൊന്നുമില്ല. ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായ ബെച്ചുവാൻ നഗരം അവിടെ നിന്നും മാറ്റി മറ്റൊരിടത്ത് ന്യൂ ബെച്ചുവാൻ എന്ന പേരിൽ പുനർനിർമ്മിക്കണമെന്ന് ഗവൺമെന്റ് തീരുമാനിച്ചു. രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ ഷാങ്ഹായ് പ്രവിശ്യയോട് അവരുടെ വിഭവങ്ങൾ, പണം, എഞ്ചിനീയർമാർ, കോൺട്രാക്ടർമാർ എല്ലാം ഉപയോഗിച്ച് ഏറ്റവും വേഗത്തിൽ അത് പുനഃസ്ഥാപിക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചു. പിന്നെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. 1 വർഷത്തിനകം സ്കൂളുകൾ പുനഃസ്ഥാപിച്ചു. 3 വർഷത്തിനുള്ളിൽ നഗരവും. ചൈന പോലെ വൻ വിഭവശേഷിയും നിയമങ്ങളുടെ നൂലാമാലകൾ ഒട്ടുമില്ലാത്തതുമായ ഒരു സ്ഥലത്ത് 3 വർഷമാണ് പുനരധിവാസത്തിന് എടുത്തത്. ചൂരൽമലയിലെ വീടുകൾ അടുത്ത ഓഗസ്റ്റോടെ പൂർത്തിയാകുമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് സാധിച്ചാൽ തീർച്ചയായും അത് വീണ്ടും ഒരു ലോക മാതൃകയാകും. വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് ഏറ്റവും വേഗത്തിൽ വീടുകൾ ലഭിക്കണം. വീടില്ലാതെ കഴിയുന്ന ഓരോ ദിവസവും ബുദ്ധിമുട്ടുള്ളതാണ്. ജീവിതം തിരിച്ചൊരു ട്രാക്കിലായി തുടങ്ങുന്നത് പുതിയ വീട്ടിലേക്ക് മാറുമ്പോഴാണ്. അപ്പോൾ നമ്മൾ അവർക്ക് ഏറ്റവും വേഗത്തിൽ വീടുകൾ ലഭിക്കാൻ നമ്മൾ ശ്രമിക്കുകയും വേണം. ഈ ചൈന കഥ ഒന്നും അവർക്ക് വേണ്ടി പറഞ്ഞതല്ല. കേരളത്തിൽ ദുരന്തങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുന്ന കാര്യക്ഷമതയെക്കുറിച്ച് മാറിയെന്ന് അഭിപ്രായം പറയുന്നവർ പുനരധിവാസത്തിൻ്റെ അല്പം ലോകചരിത്രം അറിയുന്നത് നല്ലതാണ്. വീടുകൾ ഏറ്റവും വേഗത്തിൽ പണിത് തീർത്ത് ദുരന്തം അതിജീവിച്ചവർക്ക് അവിടെ എത്താൻ കഴിയട്ടെ എന്ന് അദ്ദേഹം അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ കരുതലിൻ്റെ മാതൃകയായി ക്യാമ്പുകൾ മാറട്ടെ എന്ന് കൂടി മുരളി തുമ്മാരകുടി പറയുന്നു. അതായത് നമുക്കറിയാം 750 കോടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ നേതാക്കന്മാരുണ്ട്, യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുണ്ട്. നിങ്ങൾ പോയി മുഖ്യമന്ത്രിയോട് ചോദിക്കൂ, 750 കോടി കിട്ടിയിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിക്കൂ എന്ന് പറയുന്ന ഒരു സമീപനമുണ്ടല്ലോ. പുനരധിവാസത്തെക്കുറിച്ച് ലോക മാതൃകകൾ കണ്ട് പഠിക്കണം, അല്ലെങ്കിൽ ലോക വിവരമുണ്ടാകണമെന്ന് മുരളി തുമ്മാരകുടി തന്നെ പറയുകയാണ്. അദ്ദേഹം അറിയുമ്പോൾ പല ലോകരാജ്യങ്ങളും സഞ്ചരിക്കുകയും അതോടൊപ്പം പല ലോകരാജ്യങ്ങളെ പ്രതിനിധീകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു മനുഷ്യൻ കൂടിയാണ് അദ്ദേഹം. ഈ പറയുന്ന പല ദുരന്ത നിവാരണ മേഖലകളിലും അദ്ദേഹം കടന്നു ചെല്ലുകയും ഒക്കെ ചെന്നിട്ടുള്ള ഒരു മനുഷ്യൻ കൂടിയാണ് മുരളി തുമ്മാരകുടി. അദ്ദേഹം പറയുന്നത് കേരളം ഒരു ഉദാത്ത മാതൃകയാണ്. ഇവിടെ നമുക്കറിയാം, ഈ വീട് വെച്ചു കൊടുക്കാമെന്ന് പറയുന്നത് മനുഷ്യനെ പറ്റിക്കുന്ന നടപടിയല്ല ഇത് കൃത്യമായി വീട് വെച്ചു കൊടുത്തു, അതിൻ്റെ മാതൃകാ വീട് കാണിച്ചു കൊടുത്തു. ഇതാണ് ഞങ്ങൾ വെക്കുന്നത്. അതായത് നല്ല ഗംഭീരമായൊരു വീട്. 2 മുറികളുണ്ട്, 2 ബാത്റൂമുകളുണ്ട്, ഒരു ലിവിംഗ് റൂം, ഡൈനിങ് ഹാള്, ഒരു സിറ്റ് ഔട്ട് ഉണ്ട്. 2 റൂമുകളിൽ ഒന്ന് മാസ്റ്റർ ബെഡ്റൂമാണ്, ഒന്ന് പിന്നെ കിച്ചണുണ്ട്, അതോടൊപ്പം വർക്ക് ഏരിയ തുടങ്ങിയ എല്ലാവിധ, അതായത് ഒരു സാധാരണപ്പെട്ട അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്, ഒരു 4 പേരടങ്ങുന്ന ഒരു കുടുംബത്തിന് അതിസമൃദ്ധമായി സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന തരത്തിൽ വളരെ മനോഹരമായി ഭംഗിയായി ഡിസൈൻ ചെയ്തിരിക്കുന്ന വീടുകൾ തന്നെയാണ്. അല്ലാതെ പണ്ട് നമുക്കറിയാം പലയിടങ്ങളിലും വീട് വെച്ച് കൊടുത്തിട്ട് ഏറ്റവും അവസാനം കുറേ നാൾ കഴിയുമ്പോൾ അവിടെ എല്ലാം ചോർന്നൊലിക്കുകയും പൊട്ടിപ്പൊളിയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കൊന്നും ആ വീടുകൾ പോയിട്ടില്ല. ഇവിടെ സുനാമി ഉണ്ടായ കാലഘട്ടത്തിൽ ഇവിടെ പാർട്ടിക്കാർ വീട് വെച്ച് കൊടുത്തത് നമുക്കറിയാവുന്നതാണ്. കരുനാഗപ്പള്ളി മേഖലകളിലെല്ലാം അതോടൊപ്പം തന്നെ ഈ
കടൽ അഴീക്കൽ പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ പാർട്ടിക്കാർ അന്ന് വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്. CPM നേരിട്ട് വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്, DYFIക്കാർ വെച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നിരവധിയായ വീട് വെച്ചു കൊടുത്തിട്ടുള്ള ഒരു വലിയ സംഘടനയുടെ നേതാവ് തന്നെയാണ് ശരിക്കും ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. കോവിഡ് കാലത്ത് ഒരു ജീവികൾക്ക് പോലും ആഹാരം നൽകണം, അതായത് മിണ്ടാപ്രാണികൾക്ക് പോലും ആഹാരം നൽകണമെന്ന് ശഠിച്ച ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മൾ കണ്ടിട്ടുള്ളത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയെ തന്നെ ആയിരിക്കും. ഇവിടെ ആരും പട്ടിണി കിടക്കരുത് എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുതന്നെയാണ് നമ്മൾ പിന്നീട് ഇങ്ങോട്ട് കാണുന്നതും. അതുകൊണ്ട് തന്നെ എത്രയും വേഗം മുരളി തുമ്മാരകുടി പറയുന്ന പോലെ അടുത്ത വർഷത്തോടെയെങ്കിലും, ഓഗസ്റ്റോട് കൂടിയെങ്കിലും എല്ലാവർക്കും വീട് ലഭിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം വീടിന് വേണ്ടി പരിശ്രമിക്കുന്ന ഓരോ ചെറിയ സംഘടനകളെയും, യൂത്ത് കോൺഗ്രസിനെയും KPCCയും എല്ലാവരെയും ആ രീതിയിൽ തന്നെ വേണം നമ്മൾ, മുസ്ലിം ലീഗിനെ ആണെങ്കിൽ തന്നെയും നമ്മൾ കാണാൻ. അവരൊക്കെ എത്രയും വേഗം വീടുകൾ വെച്ച് പാവപ്പെട്ടവർക്ക്, ഇപ്പോൾ രാഹുൽ ഗാന്ധി 100 വീട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് പോകുന്നു ഒക്കെ ചെയ്യുന്നു. അപ്പം അവരൊക്കെ വീട് വെച്ച് കൊടുക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു.